ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രള്ളയും മറ്റ് ഹിസ്ബുള്ള നേതാക്കളും ബെയ്റൂട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി IDF. ഗാസയിൽ സംഭവിച്ചതുപോലുള്ള നാശം ലെബനനിലും ആവർത്തിക്കുമെന്ന ആശങ്ക ശക്തമാകവെ ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടത്. വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട നസ്രല്ല വർഷങ്ങളായി ഇസ്രായേൽ വധിക്കുമെന്ന ഭയത്താൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ഇറാനുമായി അടുത്ത വ്യക്തിബന്ധമുള്ള ഹസൻ നസ്രല്ല ഹിസ്ബുള്ളയെ ഇന്നത്തെ രാഷ്ട്രീയ സൈനിക ശക്തിയായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നസ്രള്ളയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിൽ നിന്നുള്ള തീവ്രവാദികളെയും ഇറാഖിലെയും യമനിലെയും തീവ്രവാദികളെയും പരിശീലിപ്പിക്കുവാൻ ഹിസ്ബുള്ള സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്നതിന് ഇറാനിൽ നിന്ന് മിസൈലുകളും റോക്കറ്റുകളും ഇയാൾ വാങ്ങിയിട്ടുണ്ട്. 1960 ഹസൻ നസ്രല്ല ജനിച്ചത്. 1985 US-നെയും സോവിയറ്റ് യൂണിയനെയും ഇസ്ലാമിന്റെ മുഖ്യ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയും മുസ്ലിം ഭൂമി കൈവശപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ് ഇസ്രായേലിനെ ഇല്ലാതാക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു തുറന്ന കത്ത് ഹിസ്ബുള്ള ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധത്തിന് കോപ്പുകൂട്ടുന്നെന്ന സൂചന നൽകി ലെബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലകളിലേക്ക് ഇസ്രായേൽ കൂടുതൽ യുദ്ധ ടാങ്കുകളും കവചിത വാഹനങ്ങളും അയക്കുന്നതിനിടയിലാണ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടുവെന്ന വിവരം IDF ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്.